ഞാൻ ഉണ്ണീഷോ. ഉണ്ണിയാണെങ്കിലും പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഉണ്ടായത്. കൃത്യം പറഞ്ഞ 2024 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വർഗത്തിൽ എന്റെ അപ്പന്റെ അടുത്ത് അയക്കേണ്ട സമയം അപ്പൻ എന്നോട് പറഞ്ഞു, ഭൂമിയിലുള്ള അപ്പന്റെ മക്കളൊക്കെ ഒത്തിരി വിഷമത്തിലാണെന്ന്. ഒരു രാജാവായിട്ട് അവർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ ഉണ്ടായിട ചെമ്മി പരാജകനും യേശു പരാജകനും ദാവീദ് രാജാവൊക്കെ ഭൂമിയിലാണിപ്പോ. എന്റെ അപ്പൻ പറഞ്ഞിട്ട് അവളോട് വരാൻ പോകുന്ന ഒരു രാജാവിന്റെ കാര്യമൊക്കെ പറഞ്ഞാനിന്ന്. അപ്പനല്ല പറഞ്ഞാണെങ്കിൽ ചെയ്തിരിക്കും. അതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. മനുഷ്യരുടെ അടുത്തേക്ക് മനുഷ്യനായിട്ട് ഒരു വെറൈറ്റി രാജാവായിട്ട്. അപ്പന് അത്യം സ്നേഹമാണ് മനുഷ്യനോട്. ഒരിക്കലും എന്നെ അടുത്ത് നിന്ന് മാറി നിൽക്കാത്ത പോലെ ഒറ്റ കെട്ടാണ് ഞങ്ങൾ. എന്നിട്ടും എന്നെ മനുഷ്യരുടെ അടുത്തേക്ക് വിടാൻ തീരുമാനിച്ചില്ലേ. എനിക്കും ഇഷ്ടമാണ് മനുഷ്യരെ. അപ്പൻ അവരെ കുറിച്ച് എന്നോട് അത്യം ഇഷ്ടത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പനെ പൊന്നു മക്കളെ പിശാചിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് തങ്ക കുടുംബങ്ങളാക്കി ഞങ്ങൾ എല്ലാവരും, അപ്പനും ഞാനും മനുഷ്യരും ഒക്കെ സ്വർഗത്തിൽ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ലോകത്തേക്ക് പോകുകയാണ്. അപ്പനോ കാര്യം പറഞ്ഞ ഞാൻ നോ പറയോ? ഒരിക്കലും പറയില്ല. അങ്ങനെ ഭൂമിക്കുള്ള എന്റെ പോക്കിനായി സ്വർഗം മുഴുവൻ റെഡിയായി. അതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് അപ്പൻ ഭൂമിയിൽ എനിക്ക് അപ്പനും അമ്മയും ആകാനുള്ളവരുടെ അതിഥിക്ക് സ്വർഗത്തിൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഗബ്രിയേലിനെ വിട്ടു. ഗബ്രിയേൽ ആദ്യം പോയി എന്റെ അമ്മേന്റെ അടുത്ത് അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വരാൻ പോയ കാര്യം പറയുന്നപ്പോ അമ്മന്റെ സന്തോഷം കാണുന്നായിരുന്നു. ഇന്ന് ലോകത്തിൽ ഉണ്ണിവാവകൾ ഉണ്ടാകാൻ പോണ കാര്യം പറയുമ്പോ വാവന് വേണ്ടിന് വെക്കുന്നവരും വാവകളെ ശല്യമാണെന്ന് വിചാരിക്കുന്നവരും എന്റെ അമ്മേനെ കണ്ട് പഠിക്കുന്നതാ. അമ്മ യെസ് പറഞ്ഞപ്പോ എന്റെ മനുഷ്യരൂപത്തിലുള്ള പുതിയ ഡ്യൂട്ടി തുടങ്ങാൻ അപ്പൻ പറഞ്ഞു. പിന്നെ എല്ലാം ചടപടേനെ സ്പീഡിലാണ്. ഇത്തിരി പോണ ഒരു കുഞ്ഞു ബേബി ആയിട്ട് ഞാൻ അമ്മേന്റെ വയറ്റിലെത്തി. എത്തിയ വാവുകള് ഞാൻ എന്റെ അപ്പനൊപ്പം അവളുടെ അമ്മമാരുടെ വയറുണ്ട് ഉള്ളിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടോ. ഇപ്പൊ ഞാനും അവരെ ഒരാളയക്കുന്നു. അമ്മച്ചിന്റെ എല്ലാം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയാണ് എന്റെ അമ്മന്റെ ഫുൾ ടൈം ഹോബി. അതിപ്പോഴും അങ്ങനെ തന്നെ. എപ്പോഴും എന്നോട് മനുഷ്യന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.
അമ്മ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പണിയെടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഞാനും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും സെറ്റായിട്ട് പോകുമ്പോഴായിരുന്നു എന്റെ ഭൂമിയിലെ അപ്പനാകേണ്ട ജോസഫിന്റെ എൻട്രി. ഞാൻ അമ്മയുടെ വയറ്റിലുള്ള കാര്യമറിഞ്ഞ് ആൾക്ക് ആകെ കൺഫ്യൂഷനായി. എല്ലാം കണ്ട് എന്റെ സ്വർഗത്തിലെ അപ്പൻ എന്റെ ഇവിടുത്തെ അപ്പന്റെ അടുത്തേക്ക് സ്വർഗത്തിൽ നിന്നും വീണ്ടും ഒരാളെ പെറ്റു. അവിടെ സംഭവിച്ച കാര്യങ്ങളും സ്വർഗത്തിലെ എന്റെ അപ്പന്റെ മാസ്റ്റർ പ്ലാനൊക്കെ ഈ അപ്പനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അപ്പന് അസാസായി. കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് സന്തോഷായി. ഞാനും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കുടുംബം ഇനി അങ്ങോട്ടല്ല വലിയ രാത്രിക്കായി ഒരുമിച്ച് ആദ്യ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും അങ്ങ് പോയി. എനിക്ക് ഹാർട്ട് ബീറ്റ് വന്നു. കുഞ്ഞു കൈകളും കുഞ്ഞു കാലുകളും കുഞ്ഞു വായും കുഞ്ഞും മൂക്കും ഒക്കെ വന്നു. എന്നെ കാണാനുള്ള അപ്പന്റെയും അമ്മന്റെയും കൊടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് രാജാവിന്റെ കൽപ്പന. എല്ലാവരും അവരവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ പോയി പേര് എഴുതിക്കണെന്ന്. ഇതും എന്റെ സ്വർഗത്തിലെ അപ്പന്റെ പണിയാണ്. ഞാൻ ഭൂമിയിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ജനിച്ചു എന്ന് ചരിത്രത്തിലെ തെളിവായി ആ പേരേറ്റ് മാറണായിരുന്നു. വേറൊരു കാര്യം തൊട്ടാ മിക്ക പ്രവാചകൻ എന്റെ അപ്പൻ പറഞ്ഞിട്ട് ഞാൻ ബെത്ലഹേമില ഉണ്ടാകാൻ പോകുന്നതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അപ്പൻ പറഞ്ഞാൽ പറഞ്ഞതാ. അങ്ങനെ അപ്പനും അമ്മയും ഞാനും കൂടി എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് യാത്ര തുടങ്ങി. യാത്ര മുഴുവനും അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവളോട് എന്നെ പറ്റി പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ വിശ്വാസത്തോടെ പറയുന്ന പരസ്പരം ധൈര്യം കൊടുക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയും എല്ലാം പറഞ്ഞും ബലപ്പെടുത്തിയും പ്രാർത്ഥിച്ചും സഹായിച്ചും അവർ അന്ന് നടത്തിയ ആ ടൂറ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കണ ഇന്നത്തെ അപ്പനമ്മമാർ ഒന്ന് കണ്ട് പഠിക്കുന്ന ആട്ടാ. അവസാനം അവര് ഒത്തിരി യാത്ര ചെയ്ത് ബെത്ലഹേമിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും അമ്മ ആകെ മടുത്തു പോയാനും. സ്വർഗത്തിലെ അപ്പൻ എനിക്ക് അമ്മന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സിഗ്നൽ തരികയും ചെയ്തു. സംഗതി സീനായി തുടങ്ങിയപ്പോ ജോസഫ് അപ്പൻ കാണുന്ന വീടുകളും തെങ്ങലും ഒക്കെ മുട്ടാൻ തുടങ്ങി. എനിക്ക് ക്ഷണിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് അപ്പൻ പാഞ്ഞ നടപ്പായി. പലരും വാടക മുട്ടുന്നത് കേട്ടെങ്കിലും തൊടുന്നില്ല. ചിലരൊക്കെ തൊടണെങ്കിലും ഞങ്ങളെ കണ്ടപ്പോ വാതില് കൊത്തിയടിച്ചു. അവരെ ഒക്കെ എനിക്കറിയാന്നു. എന്റെ അപ്പനും ഞാനും എത്ര അധികമായി അവനെ സ്നേഹിക്കുന്നു.
പക്ഷേ അവർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇന്നും അതേ തെറ്റാ പലരും ചെയ്യണേ. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും ആടി പാടി അടിച്ച് പൊളിക്കാനൊക്കെ എല്ലാവരും മുന്നിലുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഞാൻ മുട്ടിയാലും അവര് വാതില് തുറക്കില്ല. എനിക്ക് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു തരാണ്ട് ഈ ആഘോഷങ്ങൾ എന്റെ അടുത്ത ഉള്ളത്. ഞാനില്ലാണ്ട് ഇതെല്ലാം എങ്ങനെ എന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളാവും? അവസാനം ഒരിടത്തും സ്ഥലം കിട്ടാണ്ട് പാവം അപ്പനും അമ്മയും ഒരു തോട്ടത്തിൽ എനിക്ക് ജനിക്കാൻ സ്ഥലം കണ്ടുപിടിച്ചു. എനിക്ക് പുറത്തു വരാൻ സമയമായി. എന്റെ അപ്പനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ഞാൻ കുഞ്ഞവാവയായി ലോകത്തിൽ ജനിച്ചു. എന്നെ കാണാൻ കൊതിയോടെ കാത്തിരുന്ന അപ്പനും അമ്മയും കണ്ണെടുക്കാണ്ട് എന്നെ തന്നെ നോക്കിയിരുന്നു. എന്ത് സന്തോഷമാണ് അവരുടെ മുഖത്ത്. അവരെയൊക്കെ സൃഷ്ടിച്ച ദൈവം തന്നെയാണല്ലോ കുഞ്ഞു അവയായി അവിടെ കടുക്കുന്നോട്ട് അവർ നന്ദിയോടെ എനിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു. അപ്പം എല്ലാം അവകൾ പോലെ വിശപ്പും ദാഹവും വേദനയും സങ്കടവും ഒക്കെയുള്ള എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത തരണയിൽ അവര് ആകെ ബിസിയാണ്. എന്ത് തണുപ്പാണെന്നോ. അവർ എന്നെ പിള്ള കച്ചവടം കൊണ്ട് പൊടിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി. എന്നെ നോക്കാനായി സ്വർഗത്തെ അപ്പൻ ഏൽപ്പിച്ചതൊക്കെ ചെയ്യേണ്ടതിൽ ജോസഫപ്പനും അമ്മമാരേട്ടനും എന്ത് ഇഷ്ടാണ്. എല്ലാത്തിന്റെയും രാജാവായി ഞാൻ എല്ലാവരെയും രക്ഷിക്കാനായി ആരും അറിയാണ്ട് ആരും വെൽക്കം ചെയ്യാണ്ട് തണുത്ത് വരച്ച് അനിമൽസിന്റെ സൗണ്ടുകളുടെ നടുവിൽ പിള്ള കച്ചനെ പോടേന് അങ്ങനെ കടന്നു. മനുഷ്യർക്ക് ഒന്നും മനസ്സായില്ല. പക്ഷേ അവിടുണ്ടായ മൃഗങ്ങൾ തങ്ങളുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കിപ്പോലെ അടങ്ങിയൊണങ്ങി എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു വലിയ സ്ഥാപനം ഞങ്ങളുടെ കുഞ്ഞു കാലിത്തോട്ടത്തിന്റെ മുകളിൽ വന്നു നിന്നു. അതുവരെ കൂടെടുത്താണ് അവിടെയൊക്കെ വലിയ ലൈറ്റ് വന്നു. സ്വർഗത്തിലും വലിയ തുടി ആരാധന്റെ സൗണ്ട് ഞാൻ കേട്ടു. പക്ഷേ സ്വർഗത്തിൽ വലിയ സംഭവമായി ആഘോഷിച്ച അത്ഭുതമായ എന്റെ ജനനം അവിടുള്ള മനുഷ്യർക്ക് അവരുടെ തിരക്കുന്ന ഇടയിൽ മനസ്സിലാക്കാൻ പറ്റില്ലേനെ. മനസ്സിന്റെ അതിഥിക്ക് ഞാൻ വന്നിട്ടും അവരെന്നെ മൈൻഡ് ചെയ്തില്ല. ഇന്നും അങ്ങനെ തന്നെയാ. കുറെ പേര് ഞാൻ പള്ളിയിലെ സക്രാരിയിൽ പരിശുദ്ധ കുർബാനയിൽ
അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ട്. അവിടെ എൻ്റെ അടുത്ത് വരാനും അവരുടെ കൂടെ ഒരുമിച്ചിരിക്കാനൊക്കെ എനിക്ക് എന്ത് കൊതിയാണെന്നോ. പക്ഷേ അവർക്ക് അതറിയില്ല. സക്കാരയിൽ എന്നെ ഒറ്റയ്ക്കാക്കി തിരിഞ്ഞു നോക്കാൻ പോകുന്ന എത്രയോ പേര്. പക്ഷേ ജോസഫപ്പനും അമ്മ മറിയത്തിനെ പോലെ കുറച്ച് പേരുണ്ട് ട്ടാ. എന്റെ കൂടെ അയക്കാനും അവന്റെ സന്തോഷവും സങ്കടങ്ങളും എന്നോട് പറയാനും എന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും ഇഷ്ടമുള്ളവർ. എന്റെ ബർത്ത്ഡേയിലും സ്പെഷ്യൽ ഡേയ്സുകളൊക്കെ കുറെ സമയം എന്റെ അടുത്ത് വന്നിരുന്ന സംസാരിക്കുന്നവർ. എന്റെ മനസ്സിന് അവർ തരുന്ന സന്തോഷം അന്ന് കാര്യത്തോട്ടത്തിൽ ജോസഫപ്പനും അമ്മ മറിയവും എനിക്ക് തന്നത് പോലെയുള്ള ഒരു ഫീലാണ്. എന്റെ സ്വന്തമാണെന്ന് ഒരു ഫീല്. എന്റെ സങ്കടം സ്വർഗത്തിന് അപ്പൻ കണ്ടു. വീണ്ടും അപ്പൻ സ്വർഗത്തിൽ നിന്നും മാലാഖമാരെ ഭൂമിയിലേക്ക് വിട്ടു. ഞാൻ ജനിച്ച കാലം പറയാൻ കുറെ പാവം ആട്ടിടികളുടെ അതിഥിക്കാണ് അപ്പൻ അവരെ വിട്ടത്. സ്വർഗത്തിൽ നിന്ന് വന്നവർ അതിനെപ്പറ്റി പനിനെ കേട്ടപ്പോ ആ രാത്രി തന്നെ ഇടിയന്മാർ എന്നെ കാണാൻ ഓടി വന്നു. അവന്റെ വിശ്വാസം ഉത്സാഹവും അറിഞ്ഞിട്ട് തന്നെയാ അപ്പൻ അവളോട് എല്ലാം പറയുന്നത്. ഇന്നും ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പൻ ഒരു കാര്യം പറയണ കണ്ണടച്ച് വിശ്വസിക്കും. ആരെന്ത് പറഞ്ഞാലും കളിയാക്കിയാലും നോ പറഞ്ഞാലും അപ്പൻ പറയുന്നതൊക്കെ ചെയ്യാൻ എപ്പോഴും റെഡിയായവർ. രാത്രി തന്നെ മറ്റൊന്നും നോക്കണ്ടേ എന്നെ കാണാൻ ഓടിയെത്തിയ ആട്ടിടന്മാരെ പോലെ കൺമുന്നിൽ ദൈവം മനുഷ്യനായി കടക്കുന്ന കണ്ട അവരുടെ മുഖത്ത് എന്തെല്ലാം ഭാവങ്ങളാണ്. അത്ഭുതവും സന്തോഷവും കണ്ണീരും പ്രാർത്ഥനയും നന്ദിയും ഉത്സവവും എല്ലാം ഒരു സ്വപ്ന കാണുന്ന പോലെ ആയിരുന്നു അവർക്ക്. പക്ഷേ തെങ്ങനോണ്ട് സ്വർഗത്തിലെ മാലാഖമാർ പറയുന്നതെല്ലാം സത്യമാണെന്ന് കണ്ട് മനസ്സിലാക്കിയ ആട്ടിടിയർ പിന്നെ എല്ലാവരോടും ഓടി നടന്ന് എന്നെ പറ്റി പറഞ്ഞു. കുറെ പേര് അവരെ വിശ്വസിച്ചില്ല. പക്ഷേ അവർ നിരത്തില്ലാത്ത ഒരു നാണവും പേടിയും സംശയവും ഇല്ലാതെ വീണ്ടും വീണ്ടും ആൾക്കാരോട് എന്നെ പറ്റി മംഗള വാർത്ത പറയുന്നോണ്ടിരുന്നു. ഇതുപോലെ എന്നെ പറ്റി മറ്റുള്ളവരോട് പറയുന്നതിൽ സന്തോഷിക്കുന്നവരും ആരൊക്കെ നോ പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും ആവേശത്തോടെ ചെയ്യുന്നവരും എന്നെ ചങ്കാണ്. സ്വർഗത്തിൽ വരുമ്പോ അവർക്ക് ഞാൻ സ്പെഷ്യൽ സമ്മാനങ്ങൾ റെഡിയായി വച്ചിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ എത്തിയപ്പോൾ എന്റെ അപ്പന കൊണ്ട് ഞാൻ അവർക്ക് ഈ സമ്മാനങ്ങൾ കൊടുപ്പിക്കും. വേറെയും ആൾക്കാരെ വന്നു എന്നെ കാണാൻ. വലിയ വലിയ ആൾക്കാരാണ്, ഞാൻ പറയുന്നില്ലേ. സാധാരണക്കാരും
അത് കണ്ടു വന്നവരാ. രാജാവായി ജനിച്ച കുഞ്ഞു വാവനെ അന്വേഷിച്ച് താരനെ ഫോളോ ചെയ്ത് അവസാനം ലക്ഷ്യത്തിൽ എത്തിയവർ. അവർ എനിക്ക് നല്ല നല്ല സമ്മാനങ്ങളും കൊണ്ടുവന്നിരുന്നു. എല്ലാവർക്കും എന്റെ ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാൻ ഇഷ്ട. പക്ഷേ എനിക്ക് മാത്രം ആരും സമ്മാനങ്ങൾ തരാറില്ല. എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നതും എന്നെ പറ്റി വേറെ ആൾക്കാരോട് പറയേണ്ടതും എല്ലാത്തിനും മേലെ എന്നെ സ്നേഹിക്കുന്നതും ഒക്കെ ഓർത്ത് എനിക്ക് തരാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങൾ. ആ സ്റ്റാർ പോലെ എന്റെ അടുത്തേക്ക് വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നതും എനിക്ക് തരാൻ പറ്റുന്ന അടിപൊളി സമ്മാനങ്ങളാട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു സ്ഥലത്ത് സംഭവിച്ച വലിയ അത്ഭുതം കണ്ടുവണെങ്കിൽ എല്ലാവരും പോയി. അപ്പനും അമ്മയും ഞാനും തനിച്ചായി. ഞങ്ങള് ഒരുമിച്ച് കിടന്നുറങ്ങപ്പോ ജോസഫ് അപ്പൻ ഒരു സ്വപ്നം കണ്ടു. എന്നെ കൊല്ലാൻ വേണ്ടി രാജാവ് ആളെ വിടുന്നുണ്ട്. അതുകൊണ്ട് ദൂരെ വേറെ സ്ഥലത്തേക്ക് പോവാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു മാലാഖ സ്വപ്നത്തിൽ ജോസഫ് അപ്പനോട് പറഞ്ഞു. അപ്പൻ ഒടുക്കത്തിൽ നിന്ന് ചാടിയിട്ട് അപ്പ തന്നെ ഞങ്ങളെയും കൂട്ടി അങ്ങനെ ദൂരെ ഈജിപ്തിലേക്ക് യാത്ര തുടങ്ങി. പോണ വഴി ഞാൻ ജോസഫ് അപ്പനെയും അമ്മ മറിയത്തിനും പറ്റി കുറെ ചിന്തിച്ചു. എല്ലാ മനസ്സിലും അവരെ പോലെ ആടിനാൽ നല്ലതാണ്. എന്റെ ജോസഫ് അപ്പൻ നീനിമാൻ എന്ന സ്വർഗത്തിലുള്ളവർ ജോസഫ് അപ്പനെ പറ്റി പറഞ്ഞിരുന്നത് ആരെയും ഒരിക്കലും വിഷമിപ്പിക്കില്ല. എന്നെയും അമ്മനെയും ഹാപ്പി ആക്കാനായി സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ചു. ഉള്ളിലുള്ള സങ്കടങ്ങളൊന്നും പുറത്തു കാണിക്കാണ്ട് മനസ്സിൽ ഒളിപ്പിച്ച് എല്ലാം സ്വർഗത്തിലെ അപ്പനോട് മാത്രം പറയും. ഓറൈറ്റ് സംസാരിക്കില്ല, ആരുടെയും കുറ്റം പറയില്ല, കുറെ പണികൾ ചെയ്യും. ഒരിക്കലും പരാതി പറയുന്ന കേട്ടിട്ടില്ല. എപ്പോഴും ദൈവപിതാവിനോട് നന്ദി പറയും. അപ്പനെ ഏൽപ്പിച്ചതെല്ലാം ഭംഗിയായി ചെയ്ത് തീർക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കും. രാജാവ് എന്നെ കൊല്ലാൻ നോക്കാൻ അറിഞ്ഞപ്പോൾ എന്നെ പൊടിഞ്ഞു പിടിച്ച് ആരുടെയും കണ്ണിൽ പെടാണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ എന്റെ അപ്പന്റെ സ്നേഹവും കരുതലും എന്റെ കുഞ്ഞു ഹൃദയത്തിൽ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഇന്ന് ഇതുപോലെ എന്റെ സഭയോണ്ടും ജോസഫ് അപ്പന് ഈ കരുതലുണ്ട്. എന്റെ ഈശോ എന്നുള്ള ജോസഫ് അപ്പന്റെ സ്വർഗത്തെ ചെറുപ്പം അപ്പന്റെ പൊന്നുമോൾ എന്ന നിലയിൽ എന്നെ ഓമനിക്കുന്നു. ഒപ്പം ദൈവമായി എന്നെ ആരാധിക്കുന്നതും ആയിരുന്നു. സ്വർഗത്തെ അപ്പൻ പറയുന്നത് ജോസഫ് അപ്പൻ എനിക്കിട്ട ആ പേര് ലോകം മുഴുവന്റെയും
രക്ഷയ്ക്കായുള്ള പേരായിരുന്നു. എന്റെ പേര് വിശ്വസിച്ച് ഏറ്റുപറയുന്നവർ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. അവര് ഒരിക്കലും നശിച്ചു പോകില്ല. എന്റെ അമ്മയെ പറ്റി പറയാനും ഒത്തിരി ഉണ്ട്. ഒത്തിരി സഹിച്ചു എനിക്ക് വേണ്ടി. പാവം. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി. ഭയങ്കര സുന്ദരിയാണ് എന്റെ അമ്മ. വിശുദ്ധിയിലും വിനയത്തിലും അനുസരണത്തിലും വിശ്വാസത്തിലും ഫസ്റ്റ് പ്രൈസ് അമ്മയ്ക്കാ. എന്റെ ഹാർട്ട് ബീറ്റും അമ്മന്റെ ഹാർട്ട് ബീറ്റും ഒരേപോലെയാണ്. ദൈവപിതാവിനോടും മനുഷ്യരോടുള്ള സ്നേഹമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചും ഉണ്ടായിരുന്നത്. എന്റെ അമ്മ എല്ലാവരുടെയും അമ്മയൊട്ടോ. അമ്മേനെ എത്ര സ്നേഹിച്ചാലും ഓടി പോവില്ല. എത്ര സ്നേഹിച്ചാലും ഞാൻ സ്നേഹിക്കേണ്ട അത്യം ആർക്കും അമ്മനെ സ്നേഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ബോണ്ട ഞങ്ങൾ തമ്മിൽ. അപ്പനെ അമ്മനെ പറ്റി മാത്രമല്ല, വരാൻ പോണ കാര്യങ്ങളെ പറ്റിയും ഞാൻ ചിന്തിച്ചു. അപ്പനെയും അമ്മനെയും കൂടെ ഒരുമിച്ച് നന്ന കുട്ടിയായി, എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടിയായി ആരും അറിയാണ്ട് കുറെ ദിവസങ്ങൾ. പിന്നെ ജോസഫ് അപ്പന്റെ മരണം എന്റെ മെമ്മറീസ്, പഠിച്ച ജീവിതം. പിന്നെ മനുഷ്യരുടെ കൂടെയുള്ള നാളുകൾ. എന്റെ ശിഷ്യന്മാരാകാൻ പോകുന്നവർ എല്ലാവരെയും ഞെട്ടിക്കുന്ന അത്ഭുതങ്ങൾ. പിന്നെ ലോകം മുഴുവനും രക്ഷിക്കാനും മരണത്തെ തോൽപ്പിച്ച് നിത്യജീവന്റെ വാഴൽ തുടക്കാനായി എന്റെ മരണം. അവസാനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി എന്റെ ഉറിപ്പ്. പിന്നെ വീണ്ടും സ്വർഗത്തിലേക്ക്, അപ്പനടുത്തേക്ക്. ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജാവ് ഇങ്ങനെ കാടിത്തൊഴുത്തിൽ ജനിച്ച് മനുഷ്യരുടെ കൂടെ ജീവിച്ച് അവർക്ക് വേണ്ടി മരിച്ച് അവനെ രക്ഷിക്കാനായി ഒരു തേഞ്ചിച്ചതായി കേട്ടിട്ടുണ്ടോ? അതാണ് പറയുന്ന. ഞാനോ വരാത്തി രാജാവാണ്. ഇനിയുമുണ്ട്. ഞാൻ കിരീടവും വടിയും ദൂരന്മാരും ഒക്കെയായി തിരിച്ചു വരും. അപ്പോ ഉണ്ണിവാവിലല്ലാത്തവരുണ്ട്. രാജാതി രാജനായിട്ട് എന്നെ കൂടെ നിൽക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും കട്ടയ്ക്ക് കൂടിയുള്ള സ്നേഹരാജാവ്. തോന്നുമ്പോഴും എപ്പോഴും അടുത്തുള്ള ഒരു ഒറ്റ രാജാവ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ ലോകത്തേക്ക് ബന്ധനെന്ന്? ശരിക്കും എന്റെ ബർത്ത്ഡേ സ്പെഷ്യലാണെന്ന് മനസ്സിലായെങ്കിൽ ഞാൻ വീണ്ടും വരുന്നവരെ എന്റെ ബർത്ത്ഡേ ഞാൻ പഠിക്കുന്ന പോലെ ആഘോഷിച്ച് എന്നെ ഹാപ്പി ആക്കില്ലേ? എന്നെ ഓർക്കുന്ന, എന്നോട് പ്രാർത്ഥിക്കുന്ന, എനിക്ക് സമ്മാനങ്ങൾ തരുന്ന, എന്നെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്ന, എന്റെ ഒപ്പം സന്തോഷിക്കുന്ന, എനിക്ക് സമയം തരുന്ന, എന്നെ ചങ്കയിട്ട് സ്നേഹിക്കുന്ന എന്റെ മറ്റൊരു സെലിബ്രേഷൻ. അങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഭൂമിയിൽ നടക്കുമ്പോ ഞാനും സ്വർഗം മുഴുവനും സന്തോഷിക്കും. നമുക്ക് ഒരുമിച്ച് നീ അങ്ങോട്ടുള്ള നമ്മളുടെ
ക്രിസ്മസ് ഒക്കെ അടിപൊളിയാക്കാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഐ ലവ് യു. Your son, baby Jesus. നിങ്ങളുടെ സ്വന്തം ഉണ്ണീശോ.